Hi students, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഇൻ ആൻഡ് ഹോസ്പിറ്റലിലെ ഇൻവെൻട്രി കൺട്രോൾ വരെയാണ് പറഞ്ഞു നിർത്തിയത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അതിന് മുന്നേ നമ്മൾ റോൾ ഓഫ് ഓപ്പറേഷൻ മാനേജർ ഇൻ ആൻഡ് ഹോസ്പിറ്റൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എന്താണ് ഒരു ഓപ്പറേഷൻ മാനേജറുടെ ഡ്യൂട്ടി, ഒരു ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ മാനേജറിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ ഓപ്പറേഷൻ its services to the patients. A hospital operation include the following: OPD, IPD, emergency, OT, ICU and diagnostics and other medical services provided by the hospital. As the name suggests, hospital manager manage the administrative aspects of operations in an hospital. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരുപാട് സർവീസസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. OPD, IPD, എമർജൻസി, OT, ICU, ഡയഗ്നോസിസ്, മെഡിക്കൽ സർവീസസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഫോം ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആസ് ദ നെയിം സജക്ട്, ഹോസ്പിറ്റൽ മാനേജർ മാനേജ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഓപ്പറേഷൻ ഇൻ ആൻഡ് ഹോസ്പിറ്റൽ. അപ്പം ഒരു ഓപ്പറേഷൻ മാനേജർ എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആ ഒരു ഇതിനെ മീൻസ് ആ ഒരു വ്യക്തിനെയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജർ എന്ന് പറയുന്നത്. This administrative aspects include activities like appointment scheduling, patient registration, billing and payment in the case of OPD, admission and discharge in the case of IPD, managing beds, OT availability and OT scheduling, diagnostic reports, delivery, etc. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്സെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ അക്കൗണ്ടും മീൻസ് നമ്മുടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുക. ഇതൊക്കെ ഒരു ഓപ്പറേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുക, പേഷ്യൻസിൻ്റെ രജിസ്ട്രേഷൻ കറക്റ്റ് ആണോ നോക്കുക, ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഷോർട്ടേജസ് കാര്യങ്ങളും ഉണ്ടോ നോക്കുക, അത് OPDയിൽ. പിന്നെ ഡിസ്ചാർജ് കേസ് നോക്കുക, അഡ്മിഷനും ഡിസ്ചാർജ് കേസും IPDയിൽ നോക്കുക, ബെഡ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മാനേജ് ചെയ്യാം. OT അവൈലബിൾ ആണോ, OT ഷെഡ്യൂൾ ചെയ്തതൊക്കെ കറക്റ്റ് ആണോ, റിപ്പോർട്ടും ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഡെലിവർ ചെയ്യുക. ഇതൊക്കെ ഒരു ഓപ്പറേഷൻ മാനേജറിൻ്റെ ഉത്തരവാദിത്വമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻ ഓപ്പറേഷൻ മാനേജർ വിൽ ഹാവ് ടു എൻഷുർ all the activities are being done properly and manage the staff performing all the operational job so that patients get the best service. അപ്പം നമ്മുടെ ഓപ്പറേഷൻ മാനേജർ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ പേഷ്യൻസിന് എന്ത് കിട്ടും, നല്ലൊരു ബെറ്റർ സർവീസ് കിട്ടും. അഡീഷണലി ദേ വുഡ് ഹാവ് ടു ഹാൻഡിൽ ആൻഡ് റിസോൾവ് പേഷ്യൻസ് കംപ്ലയിൻസ്. നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ പേഷ്യൻസിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യുകയും റിസോൾവ് ചെയ്യുകയും കൂടി ചെയ്യണം. വർക്ക് വിത്ത് ദ IT സ്റ്റാഫ് ടു കം വിത്ത് എ ബെറ്റർ മെക്കാനിസം ഫോർ മാനേജിങ് എ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമ്മളെന്താണ് ഇനി ഒരു ഹോസ്പിറ്റൽ IT സ്റ്റാഫ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നല്ലൊരു ബെറ്റർ മെക്കാനിസം നമ്മുടെ ഡോക്ടേഴ്സിനെയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ, അവിടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ്വെയറിലാണ് നമ്മുടെ HIS. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ HIS സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ ഹോസ്പിറ്റൽസിനും ഓരോ സോഫ്റ്റ്വെയർ ഉണ്ടാവും. അവിടെ ഏതൊക്കെ പേഷ്യൻ്റ് ഏതൊക്കെ വാർഡിലുണ്ട്, എങ്ങനെയാണ് ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒരു സോഫ്റ്റ്വെയറിലുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടത് ഒരു ഓപ്പറേഷൻ മാനേജറാണ്. പിന്നെ അതേപോലെ തന്നെ ആൻ ഓപ്പറേഷൻ മാനേജർ വെയിറ്റിംഗ് ഒക്കർ ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഹൗ ക്യാൻ ഇറ്റ് ബി അഡ്രസ്ഡ് സോ ദാറ്റ് പേഷ്യൻറ്റ് ഡു നോട്ട് ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ ഓർ വെയിറ്റിംഗ് ഫോർ ദ സർവീസ് ഏരിയ. അപ്പം നമ്മളൊരു ഓപ്പറേഷൻ മാനേജർ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ എന്താവും, പേഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ മാനേജറിന് സബായിട്ടുള്ള ആൾക്കാരോട് പറയും. അപ്പോൾ അങ്ങനെ അവർ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മുടെ പേഷ്യൻസിന് എന്താണ് വെയിറ്റിംഗ് ഓഫ് സർവീസ്, നമ്മുടെ ക്യൂവിൽ നിന്നിട്ട് മുഷിയേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ദേ വുഡ് ഓൾസോ ഹാവ് ടു കോൺസ്റ്റൻ്റ്ലി ഇംപ്രൂവ് ദ പ്രോസസ് ആൻഡ് ഫെസിലിറ്റി ടു ഇംപ്രൂവ് ഓൾ ദ സർവീസ് ഓഫ് ദ പേഷ്യൻറ്റ്. അതേപോലെ തന്നെ പേഷ്യൻസിന് എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്താണ് അതെല്ലാം നല്ല രീതിക്ക് ഓവറോൾ ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഓവറോൾ നല്ലൊരു സർവീസസ് ഒരു പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കണം അവരുടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജർ would also have to think up innovative ways to improve a process. ഒരു ഓപ്പറേഷൻ മാനേജർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഇന്നോവേറ്റീവ് ഐഡിയാസും
ഇംപ്രൂവ് ചെയ്ത് നല്ലൊരു ഇന്നോവേറ്റീവ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്ത് എങ്ങനെയൊക്കെ ഹോസ്പിറ്റൽസിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജർ വുഡ് ഓൾസോ ഹാവ് ടു വർക്ക് ആൻഡ് സപ്പോർട്ടീവ് ടീം. നമ്മുടെ ഓപ്പറേഷൻ മാനേജർ എന്താണ്? നമ്മുടെ സപ്പോർട്ടീവ് ടീം, നമ്മുടെ ഫാർമസി, CSSD ഇവരൊക്കെ ആയിട്ട് നല്ലൊരു ടൈപ്പ് വേണം. ഇവരൊക്കെ ആയിട്ട് ഒരു ഓപ്പറേഷൻ മാനേജർ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർ ദ എക്സാമ്പിൾ they may have to work with doctors to speed up their turnaround times or sign papers quicker, to spread up discharge process, and work with surgeons for optimum utilization for the operation theatre, work with nurses to ensure beds are made ready for the next patient in a shorter time than before. അവരെന്ത് ചെയ്യണം? നമ്മുടെ ഡോക്ടേഴ്സ് ആയിട്ടൊക്കെ അവരെന്ത് ചെയ്യണം? ഒരു വർക്ക് കോർഡിനേഷൻ നടത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പേപ്പർ വർക്ക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ സർജറീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ ഓപ്പറേഷൻ തിയേറ്റർ യൂട്ടിലൈസ് ചെയ്യണം, ബെഡ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ റെഡിയാക്കണം, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും ഒരു ഓപ്പറേഷൻ മാനേജറാണ്. ഓക്കെ, ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞത് റോൾ ഓഫ് ഓപ്പറേഷൻ മാനേജർ. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ എവിടെയാണ്? ഇൻവെൻട്രി കൺട്രോളിലാണ്. അപ്പം എന്താണ് ഇൻവെൻട്രി കൺട്രോൾ എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, അപ്പോൾ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത് എന്താ? ഇൻവെൻട്രി കൺട്രോൾ ഇസ് currently total the inventory and it includes physical conditions of the materials, maintenance of material, minimization of residue and damage through timely clearance and efficient handling, preservation of store records. അപ്പോൾ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റോക്ക് ഐറ്റംസും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് എന്താ പറയുക, സ്റ്റോക്ക് ചെയ്യുക, നല്ല മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതൊക്കെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യുക. അതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇൻവെൻട്രി കൺട്രോൾ ഒരു ഹോസ്പിറ്റൽ യൂസ് ചെയ്യുക. നമ്മുടെ ഇൻവെൻട്രിയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക, അതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജ് money and just resources. While in the hospital setting, critical stocks must be accessible in the right place at the right time, and many healthcare organizations currently fail to study what is the right place and how much is required. അപ്പം മാനേജ് മണി നോട്ട് ജസ്റ്റ് റിസോഴ്സസ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബോധം ഉണ്ടാവണം. നമ്മൾ ഈ സാധനങ്ങളൊക്കെ എവിടെ, എപ്പോൾ, എങ്ങനെ, ഏത് സ്ഥലത്ത് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവണം. അത് നമ്മുടെ റിസോഴ്സസ് ആണെങ്കിലും നമ്മുടെ മണി ആണെങ്കിലും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാനേജിങ് മണി നോട്ട് ജസ്റ്റ് റിസോഴ്സസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എപ്പോഴാണ് വെക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും ഒരുവിധം ഒരു സ്റ്റാഫ്സിനും അറിയില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു മെറ്റീരിയൽ മാനേജറിനാണ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ പർച്ചേസ് മാനേജറിനാണ്. മെറ്റീരിയൽ മാനേജറും പർച്ചേസ് മാനേജറും ഈക്വൽ ആണ്. നമ്മുടെ ഹോസ്പിറ്റൽ മെയിൻലി കാണുന്നത് പർച്ചേസ് മാനേജറാണ്. അപ്പോൾ ആ വ്യക്തിയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് cooperate with the physician and nursing staff. In an hospital, the material management involves that do not use strategic cost management, administrative personnel, manpower, the material management programs with little to no input from the real working staff. അപ്പോൾ എന്താണ് നമ്മുടെ ഈ മെറ്റീരിയൽ മാനേജ്മെൻറ്റ്? എന്താണ് നമ്മുടെ നേഴ്സായിട്ടും ഫിസിഷ്യൻസായിട്ടൊക്കെ നല്ലൊരു കോപ്പറേഷൻസ് കീപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് അവർക്ക് ഇൻപുട്ട് കിട്ടാൻ അവരെന്ത് ചെയ്യണം? നല്ലൊരു റിയൽ വർക്കിംഗ് സ്റ്റാഫിന് കിട്ടണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഈ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ടീം നേഴ്സായിട്ടും ഡോക്ടേഴ്സൊക്കെ ആയിട്ടൊരു കോപ്പറേഷൻസും കാര്യങ്ങളും വേണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് complete total cost not just price. അങ്ങനെ പറഞ്ഞാൽ from ordering the cost and transport cost of the material, it is an imperative of healthcare setting material management to evaluate true cost of inventory instead of looking certainly at the money spent. അപ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ ഒരു കോസ്റ്റ്, ഒരു മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റ് നോക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി നല്ലതാണോ, അത് ചെക്ക് ചെയ്തോ, അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജർ അതിൻ്റെ ക്വാളിറ്റി ഹെൽത്ത് കെയറിലേക്കാണ് നമ്മളൊരു മെറ്റീരിയൽസും കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മെറ്റീരിയൽ മാനേജർ ഇവാലുവേറ്റ് ചെയ്തോ, ഇൻവെൻട്രിയിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതിന് മുന്നേ അഫോർഡബിൾ ആയിട്ടുള്ള മണിയാണോ അല്ലെങ്കിൽ ക്യാഷ് ആണോ നമ്മൾ സ്പെൻഡ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതും ഒരു മെറ്റീരിയൽ മാനേജറാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടംപ്ലേറ്റ് ടോട്ടൽ കോസ്റ്റ് ഓർ നോട്ട് ജസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്
ക്രിയേറ്റ് ഇൻ്റഗ്രേറ്റഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. ക്രിയേറ്റ് ഇൻ്റഗ്രേറ്റഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് യൂസിങ് സെൻട്രലൈസ്ഡ് ഓർഡറിംഗ് സിസ്റ്റം സച്ച് ആസ് those offered in a procurement environment help improve awareness to ordering policies and procedures and thus reduce an unconditional expenditure and helps to ensure really regular stock quality. അപ്പോൾ ക്രിയേറ്റ് ഇൻ്റഗ്രേറ്റീവ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ എന്താണ് നമുക്ക് എന്താ പറയുക അധിക ചിലവില്ലാത്ത എക്സ്പെൻഡിച്ചേഴ്സും കാര്യങ്ങളൊന്നും അധികം വരില്ല. നമുക്ക് നല്ലൊരു സ്റ്റോക്ക് ക്വാളിറ്റി റെഗുലറായിട്ട് നമുക്ക് കിട്ടാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് എ പ്രോസസ് നോട്ട് ഡിപ്പാർട്ട്മെൻറ്റൽ ഫോക്കസ്. ഡെവലപ്പ് എ പ്രോസസ് ആൻഡ് നോട്ട് ഡിപ്പാർട്ട്മെൻറ്റൽ ഫോക്കസ് എന്ന് പറയുന്നത് യൂസിങ് റിയലബിൾ പ്രോസസ് മേക്ക് ഇറ്റ് ഈസിയർ ടു കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് മെത്തേഡ് used and pharmacy inventory management system should be performed mostly akin to operating room inventory management method. അപ്പം ഡെവലപ്പ് എ പ്രോസസ് നോട്ട് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് നമ്മുടെ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളും എന്താണ് അത് ഫോക്കസ് ചെയ്യാം. അതെങ്ങനെയൊക്കെ ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും, എങ്ങനെയൊക്കെ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡെവലപ്പ് എ പ്രോസസ് നോട്ട് എ ഡിപ്പാർട്ട്മെൻറ്റൽ ഫോക്കസ്. നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്യുകയും കൂടി ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ടീം ഫോക്കസ്ഡ് ആൻഡ് നോട്ട് ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് പ്രോസസ്. One single entity cannot affect a process. While it is important to have experts in material management, rather than making several team members implement the process by the processing should be back team goals, not the peddlation of one staff member. By involving a material and expert practices in the hospital material management, any medical system can be reduce the cost and improve the patient result. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഇൻഡിവിജ്വലി നമ്മുടെ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ഫ്രണ്ട് ഓഫീസ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ വ്യക്തി സിംഗിളി ഫോക്കസ് ചെയ്യാണ്ട് ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്യാണ്ട് ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ടീമായിട്ട് നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം, നല്ല രീതിക്ക് ടീം സ്പിരിറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കാണ്, ഒരു ഹോസ്പിറ്റലിലെ മെറ്റീരിയൽ മാനേജറിൻ്റെ ഉത്തരവാദിത്വമാണ് എന്തെന്ന് പറയുന്നത് ഒരു ടീം വർക്ക് ഉണ്ടാവും. നമുക്കൊരു ഓർഗനൈസേഷൻ നമുക്കൊരു ഹോസ്പിറ്റലോ ഒരു യൂണിറ്റ് ഇല്ലാണ്ട് ഒരിക്കലും ഒരു കമ്പനിയും വർക്ക് ആവില്ല അല്ലേ. മീൻസ് സ്റ്റാഫായിട്ടൊരു യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് വർക്ക് ആവുള്ളൂ. അപ്പം അങ്ങനെ എന്താണ് നല്ല രീതിക്കൊരു യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതെന്താണ് നമ്മുടെ നമ്മുടെ ടീം എല്ലാ പ്രോസസ്സിങ് കാര്യങ്ങളിലും ടീമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. പ്രോസസ്സിങ്ങിൽ ഒരിക്കലും ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്യരുത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാറ്റഗറൈസ് ചെയ്യുന്നത് ഒരുപാട് വേസിലാണ്. ഒന്നെന്ന് പറയുന്നത് മെറ്റീരിയൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. മെറ്റീരിയൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ എത്രയൊക്കെ മെറ്റീരിയൽസ് വാങ്ങിക്കണം, അതെങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം, അതെങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് മെറ്റീരിയൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഫങ്ഷൻ ഏരിയ ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിന് പർച്ചേസിംഗ് ആണ്. പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് എത്ര സമയത്ത് വാങ്ങിക്കണം, അത് എത്ര ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കണം, അത് എങ്ങനെയൊക്കെ കറക്റ്റ് ഡെലിവേർഡ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു പർച്ചേസിങ്ങിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവെൻറ്ററി കൺട്രോൾ ഓർ മാനേജ്മെൻറ്റ്. ഇൻവെൻറ്ററി കൺട്രോൾ ഓർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇൻവെൻറ്ററിയിൽ കൺട്രോൾ ചെയ്ത് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്ക് ഇൻ ആവുന്ന രീതിക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് മാനേജ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻവെൻറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് മെറ്റീരിയലോ ഏത് പ്രൊഡക്റ്റോ കൊടുക്കുകയാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നല്ല രീതി നമ്മൾ എല്ലാ കാര്യത്തിലും അതിൻ്റേതായിട്ടുള്ളൊരു സിംപ്ലിസിറ്റി. കാരണം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താണ് അഫോർഡബിൾ കോസ്റ്റിന് നല്ല ക്വാളിറ്റി ഓഫ് സർവീസസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫ്സിൻ്റെ സർവീസസിൻ്റെ ഒക്കെ മോട്ടോ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സിംപ്ലിഫിക്കേഷൻ മെത്തേഡിൽ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് വാല്യൂ അനലൈസറാണ്. നമ്മൾ മേടിക്കുന്ന പ്രൊഡക്റ്റ്, നമ്മൾ മേടിക്കുന്ന മെറ്റീരിയൽസ്, ഇതൊക്കെ നല്ല രീതിക്ക് അനലൈസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. മെറ്റീരിയൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആസ് എ ഫങ്ഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ കോർഡിനേഷൻ ഓഫ് പ്ലാനിങ്, സോർച്ചിങ്, purchasing, moving, storing and control of materials in optimum manner so as to provide pre-decided services to the customer at minimum cost. അപ്പം മെറ്റീരിയൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് പ്ലാൻ ചെയ്യുക, നന്നായിട്ട് സോഴ്സ് ചെയ്യുക, നന്നായിട്ട് പർച്ചേസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കൺട്രോൾ ചെയ്യുക. എന്നിട്ട് എന്താണ് നമ്മുടെ മിനിമം കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുക. ഇങ്ങനെ പറയുന്ന മീൻസ് ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് മെറ്റീരിയൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആണ്. പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയൊക്കെയാണ് ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ബഡ്ജറ്റ് ചെയ്യണം. മീൻസ് എത്ര സാധനങ്ങൾ ഇന്നൊരു ദിവസം വാങ്ങിക്കണം, അതിന് എത്ര ബഡ്ജറ്റ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റ് ചെയ്യണം, പ്ലാൻ ചെയ്യണം. മാനേജ്മെൻറ്റ്സ് നല്ല രീതിക്ക് പ്ലാനിങ് നടത്തണം. പിന്നെ നമുക്ക് എന്ത് മെറ്റീരിയലാണോ വേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ മെറ്റീരിയലാണോ വേണ്ടതെന്നുള്ളത് ഡിമാൻഡ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് ഇൻവെൻട്രി കൺട്രോൾ നല്ല രീതിക്ക് ചെയ്യണം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? റെസീപ്റ്റും ഇൻസ്പെക്ഷൻസും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ചെയ്യണം. പിന്നെ എത്ര മെറ്റീരിയൽസാണ് നമ്മൾ ഇന്നൊരു ദിവസം യൂസേജ് ചെയ്യണേ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ. ഒരു മെറ്റീരിയൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം, ഡിസ്പോസൽ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിക്കാണ് ഒരു മെറ്റീരിയൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് പ്രോസസ്സിങ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എങ്ങനെയൊക്കെ അത് യൂസേജ് ചെയ്യണം, എങ്ങനെയൊക്കെ അത് പ്രൊക്കോൺ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനോ എടുക്കാനോ പറ്റില്ല. നമ്മുടെ ഒരു ഓപ്പറേഷൻ ടീംസ് അല്ലെങ്കിൽ എത്ര ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിലും ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ ഒരു സക്സസ്ഫുൾ ഉണ്ടാവില്ല. കാരണം എന്താണ്? മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആണ് നമ്മുടെ ലിനൻ ലോണ്ടറി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ടീമാണ്. അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ടീമാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഇല്ലാണ്ട് ഒരിക്കലും ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ടീം ഒരു യൂണിറ്റി ഇല്ലാണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരിക്കലും ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു ക്വാളിറ്റി ഓഫ് സർവീസസോ അല്ലെങ്കിൽ നല്ലൊരു ക്വാണ്ടിറ്റിയോ നമുക്കൊരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ആൻഡ് സ്കോപ്പ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് ഒരു സ്കോപ്പ്, ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റ് സ്കോപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് സ്കോപ്പ് എന്ന് പറയുന്നത് മെറ്റീരിയൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മളൊരു മെറ്റീരിയൽ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിക്ക് പ്ലാൻ ചെയ്യുക, നല്ല രീതിക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഒക്കെ നമുക്കാണ്. അപ്പം അങ്ങനെ മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന സമയത്ത് എത്ര വാങ്ങിക്കണം, എങ്ങനെ വാങ്ങിക്കണം, അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണം, അതിൻ്റെ ക്വാളിറ്റി എത്ര വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ആ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് പർച്ചേസിംഗ് ആണ്. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ മെറ്റീരിയൽസും നല്ല രീതിക്ക് പർച്ചേസ് ചെയ്യുക, അതേപോലെ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്യുക, അത് കറക്റ്റ് എമൗണ്ട് ആണോ കറക്റ്റ് ക്വാളിറ്റി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക. ഇതൊക്കെ ഒരു പർച്ചേസിങ്ങിൽ പെടുന്നതാണ്. പിന്നെ സപ്ലയേഴ്സായിട്ട് നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, ഇതും ഒരു പർച്ചേസിങ്ങിൽ പെടുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് കൺട്രോളും പ്ലാനിങ് കൺട്രോളും പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാങ്ങിച്ച മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരു സ്റ്റോറിൽ കീപ്പ് ചെയ്യണം, ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. ആ ഒരു മാനേജ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് റീറ്റെയിൽ ഷോപ്പിലാണ് അല്ലേ. നമ്മുടെ ഈ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഇൻവെൻട്രിയിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളും, ഇപ്പോൾ അത് മെഡിസിൻസ് ആവാം, ക്ലോത്ത്സ് ആയിരിക്കാം, ഗ്ലൗസ് ആയിരിക്കാം, സർജിക്കലിൻ്റെ ക്ലോത്ത്സ് ആയിരിക്കാം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് വെക്കുന്നത് ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. സ്റ്റാൻഡേർഡൈസേഷൻ, സിംപ്ലിഫിക്കേഷൻ, സ്പെസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് വരുന്നത്
ഫോർകാസ്റ്റിംഗ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ഡിമാൻഡ്. ഫോർകാസ്റ്റിംഗ് ആൻഡ് എസ്റ്റിമേറ്റഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ forecasting is the method of estimating demand based on a time series analysis of past by anticipating the future. Demands of material should be certain, predictable, uncertain or അൺപ്രഡിക്റ്റബിൾ. നമ്മുടെ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇന്ന് ചിലപ്പോൾ ഉള്ളൊരു ഡിമാൻഡ് ഒരു പ്രൊഡക്റ്റിന് ചിലപ്പം നാളെ ഉണ്ടാവില്ല. പണ്ടൊക്കെ ധാത്രി എന്ന് പറഞ്ഞൊരു ഹെയർ ഓയിലിന് ഭയങ്കര ഡിമാൻഡായിരുന്നു അല്ലേ. ഇപ്പം ആരും ഓർക്കുന്ന പോലുമില്ല ധാത്രി, ഇന്ദുലേഖ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡിമാൻഡും, ഇപ്പം ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡിമാൻഡും കാര്യങ്ങളൊന്നും നമുക്കൊരിക്കലും പ്രെഡിക്റ്റബിൾ ചെയ്യാൻ പറ്റില്ല, അൺപ്രെഡിക്റ്റബിൾ ആണ്. ഓക്കെ, എന്താ പറയുക, നമ്മുടെ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇന്നത്തെ എക്കണോമി ഡിപ്പെൻസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഒരു മീൻസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിപ്പോൾ എന്താണെങ്കിലും, ഒരു ഹോസ്പിറ്റലാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും വേറൊരു കമ്പനിയിലാണെങ്കിലും ആ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്ന് പറയുന്നത് അൺപ്രെഡിക്റ്റബിൾ ആണ്. അതാണ് എന്തെന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോളോയിങ് ഗൈഡ് ലൈൻസ്. എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. ട്രെൻഡ്സ് ആൻഡ് കോൺസെപ്റ്റ് പാറ്റേൺസ് ഇൻ ലാസ്റ്റ് 2-3 ഇയേഴ്സ്. നമ്മൾ ഈ 2-3 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രെൻഡ്സും കൺസെപ്ഷൻ പാറ്റേണും ഒക്കെ നല്ല രീതിക്ക് നോക്കണം. അതിൻ്റെ ട്രെൻഡ്, നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റിൻ്റെ ട്രെൻഡ്സ് എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റലിലെ ഒബ്ജക്റ്റീവ് എന്താ, ഹോസ്പിറ്റലിന് എന്താണ് ആവശ്യം, അതിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ എന്താണ്, നമ്മുടെ പേഷ്യൻസിന് നല്ല ക്വാളിറ്റി ഓഫ് സർവീസസ് കൊടുക്കുകയും കൂടി വേണം. ഇങ്ങനെയാണ് നമ്മൾ ഗൈഡ് ലൈൻസ് ചെയ്യുന്നത്. പിന്നെ മെത്തേഡ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് എന്ന് പറഞ്ഞത് ലാസ്റ്റ് പീരീഡ് എന്താണ്, ഏത് പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ലാസ്റ്റ് തവണ വരെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതിൻ്റെ അരിത്തമെറ്റിക് ആവറേജ് നമ്മൾ നോക്കണം. ഇതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂവിങ് ആവറേജ്, എത്ര ആവറേജും കാര്യങ്ങളും എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തത് എന്താണ്, എസ്റ്റിമേറ്റ് ആൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡിമാൻഡാണ് പറഞ്ഞു നിർത്തിയത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ.